വ്യാജ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ തുറന്നുകാട്ടാൻ ഫാക്ട് ഫേക്ക് എന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ യുവജന പ്രതിഷേധം. ജില്ലാ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ പരിപാടികൾ നടന്നത്. മാധ്യമങ്ങൾ നുണകൾ പ്രചരിപ്പിക്കുന്നുവെന്നും കേന്ദ്ര സഹായം തടയുക എന്നതാണ് വ്യാജ വാർത്തകളുടെ ലക്ഷ്യമെന്നും വി വസീഫ് പറഞ്ഞു. വയനാട് ചൂരൽമല ദുരന്തബാധിതർക്ക് ലഭിക്കേണ്ട കേന്ദ്ര സഹായം ഇല്ലാതാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാനും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമ വാർത്തകൾക്കെതിരെ ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങൾ നുണകൾ പടച്ചുവിടുകയാണെന്നും ഇത് വി.ഡി. സതീശനടക്കമുള്ള കോൺഗ്രസുകാർ പ്രചരിപ്പിക്കുകയാണെന്നും വി വസീഫ് പറഞ്ഞു. കേരളത്തിന്റെ ഗീബൽസായി വി.ഡി. സതീശൻ മാറുകയാണ്. ജനങ്ങൾ എല്ലാം വിശ്വസിക്കുമെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തിൽ നുണകൾ അങ്ങ് പ്രചരിപ്പിക്കണം എന്നുള്ളതാണ്. കേരളത്തിന്റെ ഗീബൽസായി മാറുകയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. എല്ലാ തോന്നിവാസത്തിനും കുടപിടിക്കുമെന്നും മിണ്ടാതിരിക്കുമെന്നും ഈ മാധ്യമ പ്രവർത്തകർ കരുതരുത് എന്ന് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. RSSുമായും വി.ഡി. സതീശനുമായും മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തുകയാണ്. യൂട്യൂബർമാരിലൂടെ നുണ പ്രചരിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കേരളത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണത്തെ ഇല്ലാതാക്കുമ്പോൾ ഇനിയൊരു ദുരന്തത്തിൽ സഹായിക്കാനുള്ള ശക്തി കേരളത്തിന് ഇല്ലാതാക്കുകയാണെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണമെന്നും വി വസീഫ് പറഞ്ഞു. RSSുമായും സതീശനുമായും നിങ്ങൾ നടത്തുന്ന ഗൂഢാലോചന ഈ നാട്ടിലാകെ ഇപ്പോൾ വലിയ സംശയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, ഉടനെ തന്നെ സതീശന്റെ പ്രതികരണം വരുന്നു, ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം വരുന്നു. എങ്ങനെ ഇത് സാധിക്കുന്നത്? മാധ്യമപ്രവർത്തകർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കരുത്. ഡിവൈഎഫ്ഐ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിറങ്ങിയാൽ പൊന്നുതമ്പുരാന്റെ മാധ്യമ സ്ഥാപനവും പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുമെന്നും എന്നാൽ ഡിവൈഎഫ്ഐ ജനാധിപത്യ വിശ്വാസികളാണെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് മനസ്സിലാക്കണമെന്നും വസീഫ് പറഞ്ഞു. അതേസമയം ആലപ്പുഴ ഏഷ്യാനെറ്റ് ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗം ആർ രാഹുൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറത്തും ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. യൂത്ത് സെന്റർ പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് KSRTC പരിസരത്ത് സമാപിച്ചു. ജില്ലാ ഭാരവാഹികളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, ട്രഷറർ M രൺദീപ്, SFI ജില്ലാ സെക്രട്ടറി S വിപിൻ എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ടയിലും വ്യാജ വാർത്തകൾക്കെതിരെ യുവജന പ്രതിഷേധം ഇരമ്പി. അബാൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ പ്രകടനം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി B നിസാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MS അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് നടന്ന പ്രതിഷേധ സായാഹ്നത്തിൽ ജില്ലാ സെക്രട്ടറി PC ഷൈജു, ജില്ലാ പ്രസിഡന്റ് LG ലിജീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K അരുൺ, ദീപു പ്രേംനാഥ്, KM നീനു എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് S സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ശരത് MS, ആൽബിൻ V ജോസ്, പവിരാജ്, അനന്തുമോൻ KS എന്നിവർ പങ്കെടുത്തു. കോട്ടയം തിരുനക്കരയിൽ നടന്ന ഡിവൈഎഫ്ഐ പ്രതിഷേധ സംഗമം ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മഹേഷ് ചന്ദ്രൻ അധ്യക്ഷനായി. ട്രഷറർ സതീഷ് വർക്കി ഉൾപ്പെടെയുള്ളവർ സമരത്തിന് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, കോഴിക്കോട്.